നമസ്കാരം. ഇന്നലെയായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയ 4ാം T20 മത്സരം. കരാര ഓവലിലായിരുന്നു ഇന്നലത്തെ മത്സരം നടന്നത്. പതിവ് പോലെ തന്നെ ടോസ് നഷ്ടമായി ഇന്ത്യ ഓസ്ട്രേലിയ ബാറ്റിങ്ങിനാക്കിയായിരുന്നു. ഇതുവരെ കളിച്ച 3 ഏകദിനത്തിലും 4ാം T20 മത്സരത്തിൽ ആകെ ഒരു തവണ മാത്രമേ ഇന്ത്യക്ക് ടോസ് ജയിക്കാനായുള്ളൂ. ഇന്നലെ ടോസ് നഷ്ടമായെങ്കിലും ഇന്ത്യക്ക് ജയിക്കാൻ സാധിച്ചു. 48 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. അപ്പോൾ മത്സരത്തിലേക്ക് വരാൻ വെച്ചാൽ ഇന്ത്യ അതേ ടീമിനെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ അതേ 11 തന്നെയാണ് ഇന്നലെ കളിപ്പിച്ചത്. സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയും തന്നെയായിരുന്നു വിക്കറ്റ് കീപ്പറായി വന്നത്. ഓസ്ട്രേലിയൻ ടീമിൽ വെച്ചാൽ 4 മാറ്റങ്ങളോടുകൂടിയാണ് അവരിറങ്ങിയത്. ബോളേഴ്സിൻ്റെ ഇതിൽ ആദം സംബ, ഡോർഷിസും അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ മാക്സ്വെല് ഒരു ചെറിയ കളി ശേഷം വന്നത്. അതുപോലെ ജോഷ് ഫിലിപ്പിയും കളിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യ ബാറ്റിങ്ങിനിറങ്ങി ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയായിരുന്നു ഇന്ത്യയുടെ ഓപ്പണേഴ്സ് വന്നത്. പവർ പ്ലേയിൽ ഇരുവരും കൂടി 56 റൺസാണ് നേടിയത്. ശുഭ്മാൻ ഗില്ലിന് ഇന്നലത്തെ മത്സരം വളരെ നിർണായകമായിരുന്നു. കാരണം ഒരുപാട് വിമർശനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഇടയിലുള്ള ഒരു ഇന്നിങ്സ് തന്നെ ഇന്നലത്തെ ഇന്നിങ്സ് അത്ര വലിയൊരു ഇന്നിങ്സ്, നല്ലൊരു സ്ട്രൈക്ക് റേറ്റിലുള്ള ഇന്നിങ്സ് ആയിരുന്നില്ല. കുറേ വിമർശനങ്ങൾ ഇന്നലത്തെ ഇന്നിങ്സിലും കേൾക്കേണ്ടി വന്നു. കാരണം 39 ബോളിൽ 46 റൺസ് എങ്ങാണ്ടായിരുന്നു ശുഭ്മാൻ ഗില്ലിൻ്റെ സമ്പാദ്യം. പിന്നെ അത് 1 ഡൗണായി വന്നത് ശിവൻ ദൂബെ ആയിരുന്നു. ശിവൻ ദൂബെ സൂര്യകുമാർ യാദവാണ് സാധാരണ ഇറങ്ങുന്നത്. പക്ഷേ ശിവൻ ദൂബെ ആയിരുന്നു നല്ല 1 ഡൗണായി ഒരു പരീക്ഷണമാണ് ഇറക്കിയത്. ശിവൻ ദൂബയ്ക്ക് അധികം ബാറ്റ് ചെയ്യാൻ സാധിച്ചു. എന്നാലും ഒരു 20 റൺസ് അത്യാവശ്യം ഒരു ചെറിയൊരു പാർട്ണർഷിപ്പ് ഗില്ലുമായി ചേർന്ന ശേഷമാണ് ശിവൻ ദൂബെ ഔട്ടാകുന്നത്. പിന്നെ വന്ന സൂര്യകുമാർ യാദവും 2 സിക്സൊക്കെ അടിച്ച് കളിയിലേക്ക് വന്നെങ്കിലും അധികം ഇന്നിങ്സ് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നെ ഗില്ല് ഔട്ടായി. തിലക് വർമ്മയ്ക്കും വാഷിങ്ടൺ സുന്ദറിനും കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായില്ല. പിന്നെ അക്സർ പട്ടേലാണ് ചെറിയൊരു ഇന്നിങ്സ് കളിച്ച് ഇന്ത്യ ഒരു 167 എന്നൊരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിക്കുന്നത്. 168 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഓസ്ട്രേലിയ മിച്ചൽ മാർഷും മാത്യു ഷോട്ടായിരുന്നു ഹെഡിന് പകരം ഓപ്പണിംഗായി ഇറങ്ങുന്നത്. മാത്യു ഷോട്ടും മിച്ചൽ മാർഷും കൂടി അത്യാവശ്യം നല്ല തുടക്കം ഇറങ്ങി. അതായത് ഇന്ത്യയുടെ പേസ് ബൗളേഴ്സിനെതിരൊക്കെ നന്നായി ബാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സൂര്യകുമാർ യാദവ് സ്പിന്നേഴ്സിനെ ബോളിംഗ് ഏൽപ്പിക്കുകയാണ്. 4ാം ഓവറിൽ തന്നെ വരുൺ ചക്രവർത്തിയെ ഓവർ ഏൽപ്പിക്കുകയും പിന്നത്തെ ഓവർ അക്സർ പട്ടേലിന് ഓവർ കൊടുക്കുകയും അക്സർ പട്ടേലാണ് ഒരു ബ്രേക്ക് ത്രൂ ഇന്ത്യക്ക് നൽകുന്നത്. മാറ്റി ഷോട്ടിൻ്റെ വിക്കറ്റാണ് എടുത്തത്. പിന്നെ അത് വന്ന ജോർജ് ഇംഗ്ലീഷും മിച്ചൽ മാർഷും കൂടി വീണ്ടും ഇന്നിങ്സ് ബിൽഡ് ചെയ്യുമ്പോഴാണ് അക്സർ പട്ടേൽ തന്നെ വീണ്ടും വില്ലനായി വന്നത്. ഇതിനിടെ മിച്ചൽ മാർഷിൻ്റെ ഒരു ക്യാച്ച് അഭിഷേക് ശർമ്മ വിട്ട് കളയാണ് ഉണ്ടായത്. നല്ലൊരു ക്യാച്ച്, ഒരു ഡൈവിങ് അറ്റംപ്റ്റിനായിരുന്നു. പക്ഷെ അത് കൈപ്പിടിയിലാക്കാൻ വീണപ്പോൾ അത് കയ്യിൽ നിന്ന് തെറിച്ചു പോയിരുന്നു. അപ്പോൾ എന്നിരുന്നാലും അക്സർ പട്ടേൽ തൻ്റെ 2ാം വിക്കറ്റ് എടുത്തു. അതിനുശേഷം വന്ന ശിവൻ ദൂബെയാണ് മിച്ചൽ മാർഷിൻ്റെ വിക്കറ്റ് എടുക്കുന്നത്. ഇന്ത്യയുടെ ഇന്നലത്തെ പെർഫോമൻസ് 3 ഓൾറൗണ്ടേഴ്സുമാരുടെ പ്രകടനമാണ് ഇന്നലെ ഇന്ത്യക്ക് വിജയത്തിന് കാരണമെന്ന് പറയാം. കാരണം ശിവൻ ദൂബെക്ക് ബോൾ ഏൽപ്പിച്ച 2 വിക്കറ്റ് എടുത്തു. അക്സർ പട്ടേൽ എടുത്ത് 2 വിക്കറ്റ്. അതുപോലെ തന്നെ വാഷിങ്ടൺ സുന്ദർ 3 വിക്കറ്റ്. വാഷിങ്ടൺ സുന്ദറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 17ാം ഓവറിലാണ്. വാഷിങ്ടൺ സുന്ദറിന് അദ്ദേഹം 2 ഓവർ പോലും പൂർത്തിയാക്കിയില്ല. അതിന് മുമ്പേ 3 വിക്കറ്റ് വാഷിങ്ടൺ സുന്ദറിന് നേടുന്നതിനായി. അപ്പോൾ ഓൾറൗണ്ടേഴ്സ് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് ഇന്നലത്തെ മത്സരത്തിലൂടെ കാണാം. അപ്പോൾ നാളെയാണ് അടുത്ത 5ാം T20 മത്സരം. 5ാം T20 മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.